നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് കേരള റീഡർ ഇംഗ്ലീഷ് പാർട്ട് 1ലേക്ക് സ്വാഗതം. ആദ്യ യൂണിറ്റിൻ്റെ പേരാണ് ട്രയൽസ് ആൻഡ് ട്രയംഫ്സ്. ട്രയൽസ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ എന്നാണ് അർത്ഥം. ട്രയംഫ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിത പ്രതിസന്ധികളെ സധൈര്യം നേരിട്ടുള്ള നമ്മുടെ തിരിച്ചുവരവിനെയാണ്, ഓർ ബൗൺസ് ബാക്ക്. യൂണിറ്റ് 1ൻ്റെ തീമിനെ പറ്റി നമ്മൾ സംസാരിച്ചു. അപ്പോൾ ആ തീമിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കോട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. ഐ വിൽ റീഡ് ദാറ്റ് ഫോർ യു. ഇറ്റ് ഈസ് ഓൺലി വിത്ത് ദ ഹാർട്ട് ദാറ്റ് വൺ ക്യാൻ സീ റൈറ്റ്ലി വാട്ട് ഈസ് എസെൻഷ്യൽ ഈസ് ഇൻവിസിബിൾ ടു ദ ഐ. ദ ലിറ്റിൽ പ്രിൻസ്. ദ ലിറ്റിൽ പ്രിൻസ് എന്നത് ഒരു ഇംഗ്ലീഷ് നോവലാണ്. ആ നോവലിൽ നിന്നുള്ള ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ഈസ് ഓൺലി വിത്ത് ദ ഹാർട്ട് ദാറ്റ് വൺ ക്യാൻ സീ റൈറ്റ്ലി വാട്ട് ഈസ് എസെൻഷ്യൽ ഈസ് ഇൻവിസിബിൾ ടു ദ ഐ എന്ന് പറഞ്ഞാൽ ശരിയായ കാര്യങ്ങൾ കാണാൻ കഴിയുന്നത് ഹൃദയത്തിനാണ്. അമൂല്യമായ കാര്യങ്ങൾ കണ്ണുകളുടെ കാഴ്ചയ്ക്കും അപ്പുറത്താണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിയല്ലേ? കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഹൃദയം കൊണ്ടാണ്. കണ്ണുകൊണ്ട് കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാഴ്ചയെ നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കാഴ്ച ഒരു വെറും നിരർത്ഥകമാണ്. അപ്പോൾ അതിന് അർത്ഥം കൊടുക്കുന്നത് ഹൃദയം അത് സംഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അതാണ് പറയുന്നത്, ഇറ്റ് ഈസ് ഓൺലി വിത്ത് ദ ഹാർട്ട് ദാറ്റ് വൺ ക്യാൻ സീ റൈറ്റ്ലി വാട്ട് ഈസ് എസെൻഷ്യൽ ഈസ് ഇൻവിസിബിൾ ടു ദ ഐ. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വി അണ്ടർസ്റ്റാൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഇൻ ലൈഫ് ലൈക്ക് ലവ്, കൈൻഡ്നെസ്, ട്രസ്റ്റ് ആൻഡ് കറേജ് നോട്ട് ബൈ സീയിങ് ദം വിത്ത് അവർ ഐസ് ബട്ട് ബൈ ഫീലിംഗ് ദം വിത്ത് അവർ ഹാർട്ട്, റൈറ്റ്? സ്നേഹം, ദയ, വിശ്വാസം, ധൈര്യം ഇതൊന്നും നമുക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല. മനസ്സുകൊണ്ട് നമ്മൾ അനുഭവിക്കാൻ മാത്രമേ കഴിയുള്ളൂ. ട്രൂ വാല്യൂ ലൈസ് ബിയോണ്ട് വാട്ട് വി ക്യാൻ സിംപ്ലി സീ ഓൺ ദ ഔട്ട്സൈഡ്. കാഴ്ചയ്ക്ക് പുറത്തുള്ള ആന്തരിക മൂല്യങ്ങളാണ് യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ടത്, അല്ലേ? ആസ് വി ഡിസ്കസ്ഡ് ദ തീം ട്രയൽസ് ആൻഡ് ട്രയംഫ് ഇസ് അബൌട്ട് ഹൗ പീപ്പിൾ ഫേസ് ചാലഞ്ചസ് ആൻഡ് ഓവർകം ദം വിത്ത് കറേജ്, ഡിറ്റർമിനേഷൻ ആൻഡ് ഹോപ്പ്. ട്രയൽസ് ആൻഡ് ട്രയംസ് എന്നത് 10ാം ക്ലാസ് പുസ്തകത്തിലെ ആദ്യ യൂണിറ്റാണ്. ഇത് മനുഷ്യർ അനുഭവിക്കുന്ന കഠിനതകളും അതിനുശേഷം നേരിടുന്ന വിജയങ്ങളെയും കുറിച്ചാണ് പറയുന്നത്. നമ്മളത് ഓൾറെഡി ഡിസ്കസ് ചെയ്തല്ലേ. നമ്മളിവിടെ കണ്ട ഈ ലിറ്റിൽ പ്രിൻസ് എന്ന ആ ഒരു നോവലിലെ ആ ഭാഗം ഈ തീമുമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്നതാണ്. ഡ്യൂറിങ് ഡിഫിക്കൽട്ട് ടൈംസ് ഇറ്റ് ഈസ് നോട്ട് ഔട്ട്വേർഡ് സ്ട്രെങ്ത് ഓർ അപ്പിയറൻസ് ദാറ്റ് മാറ്റേഴ്സ് ദ മോസ്റ്റ്. ദ ഇന്നർ ക്വാളിറ്റീസ് ലൈക്ക് ലവ്, ഹോപ്പ്, ഫെയ്ത്ത് ആൻഡ് റെസീലിയൻസ്. അതായത് ജീവിതത്തിൽ വലിയ പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ നമ്മളെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് പുറമേ നിന്നുള്ള ഒരു ശക്തിയുമല്ല, നമ്മുടെ ഉള്ളിലുള്ള ശക്തി, നമ്മുടെ കറേജ്, സ്നേഹം, പ്രതീക്ഷ, ആത്മവിശ്വാസം, ധൈര്യം, ഇതൊക്കെയാണ്. മെനി ക്യാരക്ടേഴ്സ് ഇൻ ദിസ് യൂണിറ്റ് ഫേസ് പെയിൻ, സഫറിങ് ഓർ സ്ട്രഗിൾ, ബട്ട് ദേ സക്സീഡ് നോട്ട് ജസ്റ്റ് ബിക്കോസ് ഓഫ് ഫിസിക്കൽ സ്ട്രെങ്ത് ബട്ട് വിത്ത് ദ വാല്യൂസ് ദാറ്റ് ദേ കീപ്പ് ഇൻ ദെയർ ഹാർട്ട്. നമുക്ക് ഈ യൂണിറ്റിൽ കാണാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ പലരും അവരുടെ ചാലഞ്ചസിനെ മറികടന്നത് അല്ലെങ്കിൽ അവരുടെ പ്രതിസന്ധികളെ മറികടന്നത് മനസ്സിൻ്റെ ശക്തി കൊണ്ടാണ്. ഇത് കണ്ണിൻ്റെ കാഴ്ചയ്ക്കും അപ്പുറത്തുള്ള വാല്യൂസ്, അതാണ് അവരെ വിജയത്തിലേക്ക് നയിച്ചത്. നമുക്ക് ഇത് മുന്നോട്ട് പോകുമ്പോൾ ഇത് ഈ യൂണിറ്റിൽ കാണാൻ കഴിയും. നമ്മൾ മുന്നോട്ട് വായിക്കുമ്പോൾ സെക്കൻഡ് ലെസൺ ദ ആറ്റിക് എന്ന കഥയിൽ അതിലെ കഥാപാത്രം ഭക്ഷണമോ വെള്ളമോ ഒന്നുമില്ലാതെ കുറേ കാലങ്ങൾ പെട്ടുപോകുന്ന ഒരവസ്ഥയാണ്. മരിച്ചു പോകും എന്ന് വിചാരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് അദ്ദേഹം ജീവിതത്തിലേക്ക് വീണ്ടും എത്തിച്ചേരുന്നത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള പ്രതീക്ഷയും മനോബലവും കൊണ്ടാണ്. അതുകൊണ്ട് മാത്രമാണ് പുള്ളി സർവൈവ് ചെയ്ത് ജീവനോടെ ഇരിക്കാനായത്. സോ ദിസ് ഈസ് അബൌട്ട് ദ തീം ഓഫ് ട്രയൽസ് ആൻഡ് ട്രയംഫ്സ് ആൻഡ് the quote that we explained here. It is only with the heart that one can see rightly what is essential is invisible to the eye. From the Little Prince. ഈ ഒരു തീം ഉൾക്കൊള്ളുന്ന 3 ലെസൺസ് ആണ് നമുക്ക് യൂണിറ്റ് 1ൽ പഠിക്കാനുള്ളത്. ദ ഫസ്റ്റ് വൺ ഈസ് എ ഷോർട്ട് സ്റ്റോറി ബൈ ഗബ്രിയൽ ഗാർസിയ മാർക്വസ്, എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ്. രണ്ടാമത്തേത് എ സർവൈവർ ടെസ്റ്റിമണി ബൈ വ്ലാഡിസ് സ്പിൽമാൻ, ഇൻ ദ ആറ്റിക്. മൂന്നാമത്തേത് ജൂലിയസ് സീസർ എന്ന നാടകത്തിൽ നിന്നുള്ള എ ഡ്രമാറ്റിക് സ്പീച്ച് ബൈ വില്യം ഷേക്സ്പിയർ. അതിൻ്റെ പേരാണ് ഫ്രണ്ട്സ്, റോമൻസ് ആൻഡ് കൺട്രിമെൻ. ഓക്കെ, വിത്ത് ദാറ്റ് അപ്ഡേറ്റ് വി ആർ മൂവിങ് ഓൺ ടു ദ ഫസ്റ്റ് ലെസൺ, എ ഷോർട്ട് സ്റ്റോറി ബൈ ഗബ്രിയൽ ഗാർസിയ മാർക്വസ്, ദാറ്റ് ഈസ് എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ്. Before starting with the lesson,
let's a little bit talk about the author, ഗബ്രിയൽ ഗാർസിയ മാർക്വസ്. വിശ്വപ്രസിദ്ധനായ ഈ കഥാകൃത്തിനെ പറ്റി ഇതിനു മുന്നേ നിങ്ങൾ ആരൊക്കെ കേട്ടിട്ടുണ്ട്? ഇദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും മറ്റ് കൃതികൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ സമയം കിട്ടുന്നതനുസരിച്ച് നിങ്ങൾ വായിച്ചോളൂ കേട്ടോ. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ലോകപ്രശസ്തനായ ഒരു കൊളംബിയൻ എഴുത്തുകാരനായിരുന്നു ഗബ്രിയൽ ഗാർസിയ മാർക്വസ്. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് ഏത് നൂറ്റാണ്ടിലാണെന്ന് നിങ്ങൾക്കറിയാമോ? അതെ, 21-ാം നൂറ്റാണ്ടിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. സോ അവർ ഓഥർ ഗബ്രിയൽ ഗാർസിയ മാർക്വസ് വാസ് ലിവ്ഡ് ഇൻ ദ 20th century. മാജിക്കൽ റിയലിസം എന്ന ജോണറിനെ ലോകപ്രശസ്തനാക്കിയ ഒരു എഴുത്തുകാരനാണ് ഗബ്രിയൽ ഗാർസിയ മാർക്വസ്. അദ്ദേഹത്തിൻ്റെ അതിവിശാലമായ ഭാവനയും വിസ്മയകരമായ ആഖ്യാനശൈലിയുമാണ് മാർക്വസിന് ജനലക്ഷ മനസ്സുകളിൽ സ്ഥാനം നേടിക്കൊടുത്തത്. 1927 ജനിച്ച അദ്ദേഹം മരിക്കുന്നത് 2014 ഏപ്രിൽ 17 1982 അദ്ദേഹത്തിന് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. മാജിക്കൽ റിയലിസം എന്ന ജോണറിലായിരുന്നു അദ്ദേഹത്തിൻ്റെ എഴുത്തുകളെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ? എന്താണ് മാജിക്കൽ റിയലിസം എന്ന് നോക്കിയാലോ? വാട്ട് ഈസ് മാജിക്കൽ റിയലിസം? മാജിക്കൽ റിയലിസം ഈസ് എ ലിറ്റററി ആൻഡ് ആർട്ടിസ്റ്റിക് ജോണർ. മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത് ആർട്ടിസ്റ്റിക്കായ ഒരു എഴുത്ത് രീതിയാണ്. ഇൻ വിച്ച് മാജിക്കൽ ഓർ ഫാന്റാസ്റ്റിക്കൽ എലമെൻറ്റ്സ് ആർ പ്രസൻറ്റഡ് ആസ് എ നാച്ചുറൽ പാർട്ട് ഓഫ് എവറി ഡേ ലൈഫ്. അതായത് മാജിക്കൽ ഓർ ഫാന്റാസ്റ്റിക്കൽ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ മാജിക്കലായ അല്ലെങ്കിൽ വിസ്മയനീയമായതും അതുപോലെ അതിഭാവുകത്വം നിറഞ്ഞതുമായ എലമെൻറ്റ്സിനെ ഒരു നാച്ചുറൽ സെറ്റപ്പിൽ എവറി ഡേ ലൈഫിൽ കാണുന്ന ഒരു സെറ്റപ്പിൽ അവതരിപ്പിക്കുന്ന ഒരു എഴുത്ത് രീതിയാണ് മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത്. The extraordinary blends seamlessly with the ordinary, and the supernatural is treated as something normal. എന്ന് വെച്ചാൽ എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങൾ, എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ അതിഭാവുകത്വം അല്ലെങ്കിൽ അസ്വാഭാവികമായ കാര്യങ്ങൾ ബ്ലെൻഡ്സ് സീംലെസ്ലി വിത്ത് ദ ഓർഡിനറി, വളരെ സാധാരണമായ, അതായത് അസാധാരണമായ കാര്യങ്ങൾ വളരെ സാധാരണമായ കാര്യങ്ങളുമായിട്ട് ഇഴുകിച്ചേർന്ന് പോകുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ സൂപ്പർ നാച്ചുറൽ ഇസ് ട്രീറ്റഡ് ആസ് സംതിങ് നോർമൽ. സൂപ്പർ നാച്ചുറലായിട്ട് അതിമാനുഷികമായ കാര്യങ്ങൾ വളരെ മാനുഷികമായിട്ട് ട്രീറ്റ് ചെയ്യുന്നതുമായ രീതിയാണ് മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഗബ്രിയൽ ഗാർസിയ മാർക്വസിൻ്റെ എഴുത്തുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ഒരു എലമെൻറ്റ്സ് അതിനകത്ത് നമുക്ക് കാണാൻ കഴിയും. His stories often blends reality with fantasy in style called magical realism. His writing makes ordinary events feel magical and magical things seems normal. അതായത് അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ നോക്കിക്കഴിഞ്ഞാൽ ഓർഡിനറി കാര്യങ്ങളെ അദ്ദേഹം വളരെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടാവും. ചിലപ്പം മാജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ വളരെ നോർമലായിട്ടും അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒരിക്കലും എന്താ പറയുക അതിഭാവുകത്വമായിട്ട് തോന്നത്തില്ല. വളരെ ഓർഡിനറി ആയിട്ട് ആ കഥയോടൊപ്പം സഞ്ചരിക്കുമ്പോൾ വളരെ ഓർഡിനറി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതാണ് മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത്. വൺ ഓഫ് ഹിസ് മോസ്റ്റ് വെൽ നോൺ ഷോർട്ട് സ്റ്റോറീസ് ഈസ് എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് വെയർ എ മിസ്റ്റീരിയസ് മാൻ വിത്ത് വിങ്സ് അപ്പിയേഴ്സ് ഇൻ എ സ്മോൾ വില്ലേജ് ആൻഡ് സർപ്രൈസസ് എവ്രി വൺ. അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധിയാർന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ് എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് എന്ന് പറയുന്നത്. അതിൽ അദ്ദേഹം അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു ഓൾഡ് മാൻ വിത്ത് വിങ്സ്, ചിറകുകൾ, വളരെ വലിയ ചിറകുകളുള്ള ഒരു മനുഷ്യൻ ഒരു ദിവസം ഒരു സാധാരണ ഗ്രാമത്തിൽ ഒരു തീരപ്രദേശത്ത് പെട്ടെന്ന് ഒരു ദിവസം ആകാശത്തിൽ നിന്നും വീഴുന്ന ഒരു കഥ. Through this unusual tale, Marcos makes us think deeply about human nature, kindness, and how we treat those who are different from us. ഈ കഥയിലൂടെ മാർക്കസ് നമ്മളെ പല കാര്യങ്ങൾ ചിന്തിപ്പിക്കുന്നുണ്ട്. അതായത് ഹ്യൂമൻ നേച്ചർ, മനുഷ്യൻ്റെ സ്വഭാവം ഏത് രീതിയിലാണ് ഓരോരുത്തരോട് നമ്മൾ ഇടപെടുന്നത്, അല്ലെങ്കിൽ കൈൻഡ്നെസ്, നമ്മുടെ ഹൃദയവിശാലത എത്രമാത്രമുണ്ട്, ദയ, അല്ലെങ്കിൽ നമ്മളിൽ നിന്നും വ്യത്യസ്തരായ മനുഷ്യരോട് നമ്മൾ ഏത് രീതിയിലാണ് പെരുമാറുന്നത്. എന്നീ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള ഈ ഒരു കഥയിലൂടെ നമ്മുടെ ചിന്തയിലേക്ക് ഇട്ടുതരികയാണ് ഗബ്രിയൽ ഗാർസിയ മാർക്വസ് ചെയ്യുന്നത്. With that note,
let's dive into the first chapter of Unit 1, A Very Old Man with Enormous Wings. The light was weak even at noon. When Pelayo was coming back to the house, it was hard for him to see what was moving and groaning in the rear of the courtyard. He had to go very close to see that it was an old man, a very old man. The man was lying face down in the mud. In spite of his tremendous efforts, the man couldn't get up, impeded by his enormous wings. Frightened by the sight, Pelayo ran to get Elisenda, his wife. She was putting compresses on their sick child. He took her to the rear of the courtyard. They both looked at the fallen body. അപ്പോൾ നമ്മുടെ കഥ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. ഉച്ച സമയത്ത് പെലായോ വീട്ടിലേക്ക് വരികയാണ്. പക്ഷേ ഉച്ച സമയമായിരുന്നിട്ട് പോലും ഒന്നും കാണാൻ പോലും കഴിയാത്തക്ക രീതിയിൽ വെളിച്ചം വളരെ കുറവായിരുന്നു. എന്തായിരിക്കാം അതിന് കാരണം? ഒരുപക്ഷെ മഴയുള്ള സമയമായിരുന്നിരിക്കാം അല്ലേ? അതെന്താണെന്നുള്ളത് കഥാകൃത്ത് നമ്മുടെ വായനക്കാരുടെ ഭാവനയ്ക്ക് വിട്ടിരിക്കുകയാണ്. നോർമലി അങ്ങനെയാണല്ലേ, നല്ല മഴയൊക്കെയുള്ള സമയമാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഡിമ്മായിരിക്കും. ഇപ്പം ഇവിടെ പറയുന്നത് ഒന്നും കാണാൻ പറ്റാത്തക്ക രീതിയിൽ ലൈറ്റ് വളരെ കുറവായിരുന്നു എന്നാണ്. അപ്പോൾ അതുപോലെ കാർമേഘം മൂടിക്കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷം. അവിടെ എന്തോ അനങ്ങുന്നുണ്ട്, എന്തോ ഒരു മങ്ങിയ കാഴ്ച അദ്ദേഹത്തിനുണ്ട്, കാണുന്നുണ്ട്. ഒരു ഞരക്കത്തിൻ്റെ ശബ്ദവും കേൾക്കുന്നുണ്ട്. പക്ഷേ വെളിച്ചം വളരെ കുറവായതുകൊണ്ട് ക്ലിയർ ആയിട്ടൊന്നും കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം അടുത്തേക്ക് പോവുകയാണ്. വളരെ അടുത്തേക്ക് പോയി കഴിയുമ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത് അതും വളരെ പ്രായം ചെന്നൊരു മനുഷ്യൻ ചെളിയിൽ പൂണ്ട് കിടക്കുകയാണ്. ചെളിയിൽ മുഖം അമർത്തി കിടക്കുകയാണ്. ലൈങ് ഫേസ് ഡൗൺ ഇൻ ദ മഡ്. In spite of his tremendous efforts, the man couldn't get up, impeded by his enormous wings. അദ്ദേഹം എണീക്കാൻ അതിശക്തമായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് വലിയ ചിറകുകളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇമ്പെഡഡ് ബൈ എനോമസ് വിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വലിയ ചിറകുകൾ കാരണം അദ്ദേഹത്തിന് എണീക്കാൻ സാധിക്കുന്നില്ല. അദ്ദേഹം ട്രെമൻഡസ് എന്ന് പറഞ്ഞാൽ അതിശക്തമായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. പെലായോ ഈ കാഴ്ച കാണുകയാണ്. ഇത് കണ്ടിട്ട് അദ്ദേഹം ഭയന്നുപോയി. കാരണം ആദ്യമായിട്ടാണ് ചിറകുകളുള്ള ഒരു മനുഷ്യനെ കാണുന്നത് അല്ലേ? പെട്ടെന്ന് ഭയന്നുപോയി. കാരണം ഒന്നാമത് അവിടെ ആകെ ഇരുട്ട് വരുന്ന പോലെ ഒരു അന്തരീക്ഷമാണ്, ഒന്നും കാണാൻ പറ്റുന്നില്ല. അതിൻ്റെ കൂടെ ഇത്രയും വൃദ്ധനായ ഒരു മനുഷ്യൻ, അതിഭീകരമായ ചിറകുകളുള്ളൊരു മനുഷ്യൻ. ഭയന്നിട്ട് അദ്ദേഹം ഓടുകയാണ്. അവിടെ നിന്ന് ഓടി വീട്ടിനകത്തേക്ക് പോയിട്ട് അദ്ദേഹത്തിൻ്റെ വൈഫ് എലിസണ്ട, അടുത്ത കഥാപാത്രം അവിടെ എൻ്റർ ചെയ്യുക. അപ്പം പെലായോ എലിസണ്ടയെ വിളിക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് ഓടിപ്പോയി. ആ സമയത്ത് എലിസണ്ട എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? ഷി വാസ് പുട്ടിങ് കംപ്രസസ് ഓൺ ദ സിക്ക് ചൈൽഡ്. അവരുടെ കുഞ്ഞിന് സുഖമില്ല. അപ്പോൾ ആ കുഞ്ഞിൻ്റെ നെറ്റിയിൽ തുണി നനച്ച് ഇട്ടുകൊണ്ടിരിക്കുക. അതിനാണ് കംപ്രസസ് എന്ന് പറയുന്നത്. നമുക്കൊക്കെ പനിയും വന്ന് ടെമ്പറേച്ചറൊക്കെ ഒരുപാട് ഹൈ ആവുന്നുണ്ട്. ഡോക്ടേഴ്സ് പറയാറുണ്ടല്ലേ നെറ്റിയിൽ തുണി നനച്ചിടാൻ. അപ്പോൾ ആ ഒരു ജോലി അത് എലിസണ്ട ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പെലായോ വളരെ പേടിച്ച് ഭയന്ന് അകത്തേക്ക് ഓടിച്ചെല്ലുന്നത്. ഇവിടെ നമുക്ക് കുറേ പുതിയ വേർഡ്സ് കിട്ടിയിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്നൊന്ന് നോക്കിയാലോ. ഒന്ന് ഗ്രോണിങ്. എന്താണ് ഗ്രോണിങ് എന്ന് പറഞ്ഞാൽ ഞരങ്ങുക എന്നാണ്. അതായത് അതിശക്തമായ വേദനയിൽ ഞരങ്ങുന്നതിനെയാണ് ഗ്രോണിങ് എന്ന് പറയുന്നത്. മറ്റൊന്ന് കോട്ടിയാട് എന്ന് പറഞ്ഞാൽ നടുമുറ്റത്തിനാണ് കോട്ടിയാട്. മറ്റൊരു വേർഡ് എന്ന് പറയുന്നത് ട്രെമൻഡസ് എന്ന് പറഞ്ഞാൽ അതിശക്തമായ എന്നാണ് അതിൻ്റെ അർത്ഥം. അതിശക്തമായിട്ട് ആ മനുഷ്യൻ എണീക്കാൻ പരിശ്രമിക്കുന്നുണ്ട്. ട്രെമൻഡസ് എഫേർട്സ്. ദ മാൻ കുഡിൻറ്റ് ഗെറ്റ് അപ്പ്, ഇംപെഡഡ് ബൈ ഹിസ് എനോമസ് വിങ്സ്. അപ്പോൾ അടുത്ത വേർഡ് ഇംപെഡഡ് ആൻഡ് എനോമസ്. ഇംപെഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അനങ്ങാൻ അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ സമ്മതിക്കാത്തത് എന്നുള്ള അർത്ഥം. ഇംപെഡഡ് ബൈ ഹിസ് എനോമസ് വിങ്സ്. അതാണ് ആ എനോമസ് വിങ്സ്. ലാർജ്, വെരി ഹ്യൂജ്, വളരെ വലുപ്പമുള്ള ചിറകുകൾ. അതാണ് അദ്ദേഹത്തെ അനങ്ങാൻ സമ്മതിക്കാതെ, അത് കാരണമാണ് അദ്ദേഹത്തിന് അനങ്ങാൻ പറ്റാത്തത്. അപ്പം ഇംപെഡഡും എനോമസും മനസ്സിലായല്ലോ അല്ലേ? ഇംപെഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു കാര്യം ചെയ്യുന്നതിൽ നിന്ന് ബ്ലോക്ക് ചെയ്യുന്ന എന്ത് കാണും അത്. അപ്പം അതുപോലെ എനോമസ് എന്ന് പറഞ്ഞാൽ ഹ്യൂജ്, വളരെ വലുപ്പമുള്ള. പിന്നെ അടുത്ത വേർഡ് എന്ന് പറയുന്നത് കംപ്രസസ് ഞാൻ പറഞ്ഞു. തുണി നനച്ചിടുന്ന കോട്ടൺ, ഫോർഹെഡിൽ നെറ്റിക്ക് നനച്ചിടുന്ന കോട്ടൺ തുണിയാണ് കംപ്രസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കഥയുടെ ആദ്യ ഭാഗം മനസ്സിലായല്ലോ. ലൈറ്റ് വളരെ വീക്കായിരുന്നു. പെലായോ വീട്ടിലേക്ക് വരികയാണ്. ഒന്നും കാണാൻ കഴിയുന്നില്ല. അപ്പോൾ എന്തോ ഒരു ഞരക്കം അവിടെ കേൾക്കുന്നുണ്ട്. എന്തോ അനങ്ങുന്ന ഒരു ചെറിയൊരു മൂവ്മെൻറ്റ് കാണാൻ പറ്റുന്നുണ്ട്. അദ്ദേഹം അതിനടുത്തേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം ആ കാഴ്ച കണ്ട് ഭയന്ന് പോകുന്നു. എന്താണ്?
വളരെ പ്രായം ചെന്ന ഒരു മനുഷ്യൻ ചെളിയിൽ മുഖം അമർത്തി കിടക്കുകയാണ്. അദ്ദേഹത്തിന് വളരെ വലുപ്പമുള്ള ചിറകുകളുണ്ടായിരുന്നു. ആ ചിറക് അദ്ദേഹം എണീക്കാൻ പരിശ്രമിക്കുന്നുണ്ട്. ആ ചിറകുകളുടെ ഭാരം കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ വലുപ്പം കൊണ്ടോ അദ്ദേഹത്തിന് എണീക്കാൻ കഴിയുന്നില്ല. ആ കാഴ്ച കണ്ട് പെലായോ വളരെ ഭയന്ന് വീടിനകത്തേക്ക് ഓടിക്കയറുകയാണ്. ഓടിക്കയറുമ്പോൾ എലിസണ്ട കുഞ്ഞിൻ്റെ നെറ്റിക്ക് തുണി നനച്ചിട്ട് കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞ് സുഖമില്ലാതിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ എലിസണ്ട പുറത്തേക്ക് വരുന്നു. അവർ രണ്ടുപേരും കൂടെ പുറത്തേക്ക് വന്നിട്ട് ദേ ബോത്ത് ലുക്ക്ഡ് അറ്റ് ദ ഫാലൻ ബോഡി എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ, വീണ് കിടക്കുന്ന ആ മനുഷ്യനെ നോക്കി എന്നാണ്. ഇനി ആ വീണ് കിടക്കുന്ന വൃദ്ധനായ മനുഷ്യനെ പറ്റിയാണ് പറയുന്നത്. ദ മാൻ വാസ് ഡ്രസ്ഡ് ലൈക്ക് എ റാഗ് പിക്കർ. റാഗ് പിക്കർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? റാഗ് പിക്കർ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹൂ കളക്ട്സ് ആൻഡ് സെൽ തിങ്സ് ദാറ്റ് ത്രോൺ അവേ ലൈക്ക് ഓൾഡ് ക്ലോത്ത്സ് ഓർ ഗാർബേജ്. ഈ പഴയ വസ്തുക്കളൊക്കെ വലിച്ചെറിഞ്ഞ് കളയുന്ന വസ്തുക്കളൊക്കെ പെറുക്കാനായിട്ട് നടക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? അതുപോലെ തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണം എന്നാണ് പറയുന്നത്. അപ്പോൾ റാഗ് പിക്കർ മനസ്സിലായല്ലോ? ഓക്കെ, ദ മാൻ വാസ് ഡ്രസ്ഡ് ലൈക്ക് എ റാഗ് പിക്കർ. There were only a few faded hairs left on his bald skull and very few teeth in his mouth. His pitiful condition seemed that of a drenched great-grandfather. This took away any sense of grandeur he might have had. His huge buzzard wings, dirty and half-plucked, were entangled in the mud. There were only a few faded hairs left on his bald skull and very few teeth in his mouth. എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മുടി ഉള്ളൂ അദ്ദേഹത്തിൻ്റെ തലയിൽ, അതാണെങ്കിലും നരച്ചതാണ്. അതുപോലെ പല്ലുമൊക്കെ കൊഴിഞ്ഞതാണ്. അദ്ദേഹം വളരെ വൃദ്ധനായിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. പല്ലും കൊഴിഞ്ഞ് മുടിയും നരച്ച് കഷണ്ടിയായ ഒരു വൃദ്ധനായ മനുഷ്യൻ. ഹിസ് പിറ്റിഫുൾ കണ്ടീഷൻ സീംഡ് ദാറ്റ് ഓഫ് എ ഡ്രെഞ്ച്ഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. ഡ്രെഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ നനഞ്ഞ, സോക്ഡ് എന്ന് പറയാം. ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞാൽ മുതുമുത്തച്ഛൻ. അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ വളരെ ആർക്കും സഹതാപം തോന്നുന്ന ഒരു അപ്പിയറൻസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ. ഒരു മുതുമുത്തച്ഛനെ പോലെ മുടിയൊക്കെ കൊഴിഞ്ഞ്, പല്ലൊക്കെ കൊഴിഞ്ഞ്, കഷണ്ടിയായ, നരച്ച, എണീക്കാൻ മേലാത്ത, വളരെ വൃദ്ധനായ മുതുമുത്തച്ഛനായ ഒരു റാഗ് പിക്കറിൻ്റെ പോലെ ഡ്രസ്സ് ചെയ്ത ഒരു മനുഷ്യൻ. ദിസ് ടുക്ക് അവേ എനി സെൻസ് ഓഫ് ഗ്രാൻഡർ ഹീ മൈറ്റ് ഹാവ് ഹാഡ്. ഗ്രാൻഡർ എന്ന് പറഞ്ഞാൽ മഹത്വം അല്ലെങ്കിൽ പ്രതാപം. ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഈ കണ്ടീഷൻ കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ അദ്ദേഹം വളരെ യങ്ങായ ഒരു പ്രതാപിയായ അല്ലെങ്കിൽ വളരെ ഗുഡ് ലുക്കിംഗ് ആയ ഒരു മനുഷ്യനായിരുന്നു എന്ന് ഒരിക്കലും തോന്നത്തില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ കണ്ടീഷൻ അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ എന്ത് പാസ്റ്റിലുള്ള അപ്പിയറൻസിനെയും അത് മായ്ച്ചു കളയുന്ന രീതിയിലുള്ള, അതായത് അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു എന്ന് തോന്നില്ല എന്നാണ് പറയുന്നത്. ഹിസ് ഹ്യൂജ് ബസേർഡ് വിങ്സ്, ഡർട്ടി ആൻഡ് ഹാഫ് പ്ലഗ്ഡ്, വെർ എൻടാങ്കിൾഡ് ഇൻ ദ മഡ്. അദ്ദേഹത്തിന് വളരെ ബസേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരപിടിയനായ വളരെ ചിറകുകൾ വളരെ വലിപ്പമുള്ള പക്ഷിയാണ് ബസേർഡ് എന്ന് പറയുന്നത്. അതായത് കഴുകനെയോ അല്ലെന്നുണ്ടെങ്കിൽ ഈഗിൾ ഒക്കെ ഉണ്ടല്ലോ, അതിനൊക്കെയാണ് ബസേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെയുള്ള ഈ മനുഷ്യന് അദ്ദേഹത്തിൻ്റെ ചിറകുകൾ ചെളിയിൽ മണ്ണിൽ കിടക്കരുതല്ലേ, ആ തൂവലുകളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. പറിച്ച് കളഞ്ഞതാണോ കൊഴിഞ്ഞു പോയതാണോ അറിയില്ല. ഉള്ള തൂവലുകളൊക്കെ ചെളിയിൽ ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു അപ്പിയറൻസ് ആണ് ഇവിടെ പറയുന്നത്. മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ കണ്ട പുതിയ വാക്കുകൾ എന്തൊക്കെയായിരുന്നു? ഒന്ന് റാഗ് പിക്കർ, പഴയ സാധനങ്ങളൊക്കെ പെറുക്കി ജീവിക്കുന്ന മനുഷ്യർ, അത് വിറ്റ് ആ പൈസ കൊണ്ട് ജീവിക്കുന്ന മനുഷ്യരാണ് റാഗ് പിക്കർ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ബോൾഡ് എന്ന് പറഞ്ഞാൽ കഷണ്ടി. ഡ്രെഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ നനഞ്ഞ അല്ലെങ്കിൽ സോക്ഡ്. ബസേർഡ് എന്ന് പറഞ്ഞാൽ ഇരപിടിയനായ അല്ലെങ്കിൽ ഈ വളരെ വലിയ വിങ്സുള്ള പക്ഷി, കഴുകനൊക്കെ അങ്ങനെയുള്ള പക്ഷിയിലാണ് ബസേർഡ് എന്ന് പറയുന്നത്. മറ്റൊന്ന് ഗ്രാൻഡർ എന്ന് പറഞ്ഞാൽ പ്രതാപം, അതാണ് അർത്ഥം. ഓക്കെ. They looked at him so long and so closely that Pelayo and Elisenda very soon overcame their surprise. In the end, they found him familiar. Then they dared to speak to him. He answered in an incomprehensible dialect with a strong sailor's voice. പെലായോയും എലിസണ്ടയും വളരെ ദീർഘനേരം അദ്ദേഹത്തെ അങ്ങനെ നോക്കി നിന്ന് അദ്ദേഹത്തിനെ പെട്ടെന്ന് വളരെ പരിചയമുള്ള ഒരു മനുഷ്യനെ പോലെ തോന്നിക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ വളരെ നേരം അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് തന്നെ അവർ രണ്ടുപേരും നിന്നു. അവസാനം അവർക്ക്
പരിചിതമായ ഒരു മുഖം പോലെ തോന്നിക്കാൻ തുടങ്ങി. അപ്പോൾ അവർ അയാളോട് സംസാരിക്കാനുള്ള ഒരു പരിശ്രമം നടത്തുകയാണ്. ദെൻ ദേ ഡെയർ ടു സ്പീക്ക് ടു ഹിം എന്ന് പറഞ്ഞാൽ, ഡെയർ എന്ന് പറഞ്ഞാൽ ധൈര്യം കാണിക്കുക, ഡെയർ എന്ന് പറഞ്ഞാൽ ധൈര്യം കാണിക്കുക എന്നർത്ഥം. ഹി ആൻസേർഡ് ആൻ ഇൻകോംപ്രിഹെൻസിബിൾ ഡയലക്റ്റ്. ഇൻകോംപ്രിഹെൻസിബിൾ ഡയലക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അതായത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊന്നും, ആൻസർ ചെയ്ത കാര്യങ്ങളൊന്നും അവർക്ക് മനസ്സിലായില്ല. ഇൻകോംപ്രിഹെൻസിബിൾ ഡയലക്റ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്ത ഭാഷ എന്നാണ്. വിത്ത് എ സ്ട്രോങ് സെയിലേഴ്സ് വോയിസ്. സെയിലർ എന്ന് പറഞ്ഞാൽ നാവികർക്കാണ് സെയിലർ എന്ന് പറയുക. സെയിലേഴ്സ് വോയിസ് അവരുടെ അറിയാമല്ലോ, കണ്ടിട്ടുണ്ടല്ലോ ടി വിയിലോ മൂവീസിലൊക്കെ. അപ്പോൾ അതുപോലെയുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ശബ്ദത്തിലാണ് അദ്ദേഹം റെസ്പോണ്ട് ചെയ്തത്. പക്ഷേ അവർക്ക് ഒന്നും മനസ്സിലായില്ല, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഷ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. ദേ കൺക്ലൂഡഡ് that he was a lonely castaway from some foreign ship wrecked by the storm. അതായത് കൊടുങ്കാറ്റിൽ തകർന്നു പോയ ഏതോ ഒരു കപ്പലിലെ കപ്പിത്താനാണ് അദ്ദേഹം എന്ന് അവർ ഒരു കൺക്ലൂഷനിലെത്തി. അങ്ങനെ അവർ വിചാരിച്ചു. Then they called in a neighbor woman to see him. All she needed was one look to show them their mistake. He's an angel, she told them. He must have been coming for the child, but the poor fellow is so old that the rain knocked him down. അപ്പോൾ എലിസൻ്റെയും പെലായവും കൂടി അടുത്ത വീട്ടിലെ നെയ്ബർ വീട്ടിലെ ഒരു സ്ത്രീയെ വിളിച്ചു വരുത്തുകയാണ്. അപ്പോൾ കണ്ടപാടെ ആ സ്ത്രീ പറയാണ് അദ്ദേഹം ഒരു മലാഖയാണ്, ഒരു ഏഞ്ചലാണെന്ന് പറയാം. അതുമാത്രമല്ല, അതിൻ്റെ കൂടെ അവർ പറയുകയാണ് നിങ്ങളുടെ സിക്കായിട്ടുള്ള കുഞ്ഞിന് വേണ്ടിയിട്ടാവാം അദ്ദേഹം വന്നത് എന്ന്. പക്ഷേ വളരെ വൃദ്ധനായിപ്പോയി, ഒരു മഴ അദ്ദേഹത്തെ തട്ടി താഴെയിട്ടു എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ അല്ലേ? സോ ഇവിടെ നമ്മൾ 2 പുതിയ വേർഡ്, ഒന്ന് കാസ്റ്റ് അവേ, രണ്ടാമത്തെ wrecked. What is castaway? Castaway is a person who left alone in an island or a place after a shipwreck. wreck എന്ന് പറഞ്ഞാൽ കപ്പൽ ഛേദം, തകർന്നു പോകുക. അതായത് തകർന്നു പോയ ഒരു കപ്പലിലെ കപ്പിത്താനോ അല്ലെങ്കിൽ ആരെങ്കിലുമോ ഏതെങ്കിലും ഒരു ആരുമില്ലാത്ത ഒരു ഐലൻഡിൽ പെട്ടുപോകുന്ന ഒരു സ്ഥലത്ത് പെട്ടുപോകുന്നതിനാണ് കാസ്റ്റവേ എന്ന് പറയുന്നത്. wreck എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, തകർന്നു പോവുക. On the following day, everyone knew that a flesh and blood angel was held captive in Pelayo's house. Pelayo watched over him all afternoon from the kitchen, armed with his bailiff's club. Before going to bed, he dragged him out of the mud and locked him up with the hens in the chicken coop. അതായത് ആ വാർത്ത ആ നാട്ടിലാകെ കാട്ടുതീ പോലെ പടർന്നു. അതായത് ചോരയും മാംസവുമുള്ള ഒരു മലാഖ, ഒരു ഏഞ്ചൽ പെലായയുടെ വീട്ടിൽ ക്യാപ്റ്റീവ് എന്ന് പറഞ്ഞാൽ തടഞ്ഞു വെച്ചിരിക്കുക, അല്ലെങ്കിൽ പോകാൻ അനുവദിക്കാതെ തടഞ്ഞു വെച്ചിരിക്കുന്നതിനാണ് ക്യാപ്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മലാഖ, ഒരു ഏഞ്ചൽ പെലായയുടെ വീട്ടിലുണ്ടെന്ന് ആ നാട് മൊത്തം പെട്ടെന്ന് കാട്ടുതീ പോലെ വാർത്ത പരക്കുകയാണ്. പെലായോ എന്ത് ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉച്ച കഴിഞ്ഞുള്ള സമയം മൊത്തം കിച്ചണിൽ നിന്നുകൊണ്ട് ഈ മനുഷ്യൻ ആ പുറത്ത് കിടക്കുകയാണ്, ആ ചെളിയിൽ പൂണ്ട് കിടക്കുക. ആ മനുഷ്യനെ നോക്കിക്കൊണ്ടേയിരിക്കുക. അവർക്ക് വളരെ അത്ഭുതമാണ്. കാരണം ചിറകുള്ളൊരു മനുഷ്യനെ ആദ്യമായിട്ട് കാണുകയാണ്. ഇതെന്താ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് വന്നത്, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൂടെ പോവുകയാണ്. ഇനി തങ്ങളെ ആക്രമിക്കുമോ, അങ്ങനെയുള്ള പല സംശയങ്ങളും ഉള്ളിൽ വെച്ചുകൊണ്ട് അദ്ദേഹം കിച്ചണിൽ നിന്നുകൊണ്ട് ജനലിൽ കൂടെ അദ്ദേഹത്തെ വീക്ഷിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ബെയിലിഫ് ക്ലബ് എന്ന് പറഞ്ഞാൽ ഒരു വടിയുണ്ട്. അദ്ദേഹം ഒരു കോടതിയിൽ എന്താ പറയുന്നത്, ഒരു ഗാർഡായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു വടിയുണ്ട്, അതാണ് ബെയിലിഫ് ക്ലബ് എന്ന് പറയുന്നത്. അതും കയ്യിൽ വെച്ചുകൊണ്ട് ഇൻ കേസ് എങ്ങാനും അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അതിനെ നേരിടാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ അദ്ദേഹം ഒരു കാര്യം ചെയ്തു. ബിഫോർ ഗോയിങ് ടു ബെഡ് ഹി ഡ്രാഗ്ഡ് ഹിം ഔട്ട് ഓഫ് ദ മഡ് ആൻഡ് ലോക്ക്ഡ് ഹിം അപ്പ് വിത്ത് ദ ഹെൻസ് ഇൻ ദ ചിക്കൻ കൂപ്പ്. അദ്ദേഹം ആ മനുഷ്യനെ കിടക്കുന്നതിന് മുന്നേ അവിടെ നിന്ന് ആ ചെളിയിൽ നിന്നും വലിച്ചെടുത്തുകൊണ്ട് പോയിട്ട് കോഴികളുടെ കൂടെ വലിയ കൂടുണ്ട്, ആ കൂട്ടിൽ അടച്ചിട്ടു. A short time afterward, the child wake up without a fever and with a desire to eat. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ സുഖമില്ലാതിരുന്ന് കിടന്നിരുന്ന കുഞ്ഞ് എണീറ്റ്, അവർ പനിയൊക്കെ മാറിയിട്ട് പെട്ടെന്ന് ചാടി എണീറ്റ് ഫുഡ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് കഴിക്കാൻ റെഡിയായിട്ട് എണീറ്റു. Then they felt magnanimous. They decided to put the angel on the raft with fresh water and provisions for 3 days and leave him to his fate on the high seas. കുഞ്ഞിൻ്റെ അസുഖം പെട്ടെന്ന് മാറിയപ്പോൾ അവർക്ക് ഈ മനുഷ്യനോട് ഒരു കരുണ തോന്നി. അവർക്കൊരു സംശയമായി, ഈ മനുഷ്യൻ കാരണമാണോ പെട്ടെന്ന് കുഞ്ഞിൻ്റെ അസുഖം മാറിയതെന്ന്. അപ്പോൾ അവർക്ക് എന്താ പറയുക, അവർ വളരെ ജനറസായി. മാഗ്നാനിമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈൻഡ് അല്ലെങ്കിൽ ജനറസ് ആവുക എന്നർത്ഥം, ദയുള്ളവരായിട്ട് മാറുക.
അപ്പോൾ അത് കാരണം അവർ ഈ മനുഷ്യനെ ഒരു തടി കൊണ്ട് ഒരു റാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ചങ്ങാടം പോലെ ഉണ്ടാക്കുന്നതിന് റാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു റാഫ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിലിരുത്തി 3 ദിവസത്തേക്കുള്ള നല്ല വെള്ളവും ഭക്ഷണവും ഒക്കെ കൊടുത്ത് ആ കടലിലേക്ക് ഒഴുക്കി വിടാൻ തീരുമാനിക്കുകയാണ്. But when they went out into the courtyard at the first light of dawn, they found the whole neighborhood in front of the chicken coop having fun with the angel. The visitors were tossing him things to eat through the opening in the coop. It was as if he weren't a supernatural creature but a circus animal. അപ്പോൾ അവർ ആ മനുഷ്യനെ കടലിൽ ഒഴുക്കി വിടാൻ തീരുമാനിച്ചിട്ടാണ് കിടന്നുറങ്ങിയത്. പിറ്റേ ദിവസം രാവിലെ അവർ എണീക്കുകയാണ് അതിന് വേണ്ടിയിട്ട്. എണീറ്റ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർ കാണുന്ന കാഴ്ച, ആ പരിസരത്തുണ്ടായിരുന്ന സകല മനുഷ്യരും അവർ ഈ ഏഞ്ചലിനെ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു കോഴിക്കൂടിൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. ആൾക്കാരവിടെ കിടന്ന് ബഹളമാണ്. കുറേ ആൾക്കാർ ആ മനുഷ്യന് എന്തൊക്കെയോ കഴിക്കാനായിട്ട് എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. ചിലരൊക്കെ അതിൻ്റെ ഫെതേഴ്സ് പിടിച്ച് വലിക്കുന്നുണ്ട്. അപ്പം അവർ ഒരു സർക്കസ് ആനിമലിനെ പോലെയാണ് ആ മനുഷ്യനോട് പെരുമാറി, വളരെ ക്രൂരമായിട്ട്. അവർക്ക് അതിക്രൂരമായ വിനോദം എന്ന് പറയാം. അങ്ങനെ ആ രീതിയിൽ ഒരു ഏഞ്ചൽ ആണെന്നുള്ള ചിന്തയില്ലാണ്ട്, സൂപ്പർ നാച്ചുറൽ ക്രീച്ചർ ആണെന്നുള്ള ഒരു ചിന്തയില്ലാണ്ട് ഒരു സർക്കസ് ആനിമലിനെ പോലെ ഈ ആൾക്കാർ അദ്ദേഹത്തോട് പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. The news of the captive angel spread with great rapidity. ഈ വാർത്ത അതിവേഗം എല്ലായിടത്തും പരന്നു എന്ന് പറയുന്നത്. After a few hours, the courtyard had a bustle of a marketplace. The couple had to call troops to disperse the mob. അതായത് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ മൊത്തം ഒരു ചന്തസ്ഥലത്ത് ആൾക്കാർ കൂടി ബഹളം ഉണ്ടാക്കുന്നത് പോലെ അതുപോലത്തെ ബഹളമായി അവരുടെ മുറ്റത്താകെ. അവസാനം അവർക്ക് നിവൃത്തിയില്ലാതെ, ഗത്യന്തരമില്ലാതെ പോലീസിനെ വിളിക്കേണ്ടി വന്നു ഈ ആൾക്കാരെ പിരിച്ചുവിടാൻ. ഡിസ്പേഴ്സ് എന്ന് പറഞ്ഞാൽ പിരിച്ചുവിടുക, ആൾക്കാർ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ അവർക്ക് they had to call the troops. They got the idea of fencing the yard and charging 5 cents for admission to see the angel. അതായത് അവർക്ക് പെട്ടെന്നൊരു ഐഡിയ തോന്നുകയാണ്. ആ യാർഡ് എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ ഇട്ടിരുന്ന ആ സ്ഥലത്ത് ഒരു ഫെൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ എന്താ പറയുക, വേലി കിട്ടുന്നതിനാണ് ഫെൻസിങ് എന്ന് പറയുക. അപ്പോൾ അവിടെ ഒരു വേലി കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവർ തീരുമാനിക്കുക. പിന്നെ മാത്രമല്ല, ആൾക്കാരെ നിയന്ത്രിക്കാൻ പറ്റാത്തതുപോലെ ആൾക്കാർ വരുന്നതുകൊണ്ട് അവർ അതിനകത്തൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൂടി കാണുക. അപ്പോൾ ഓരോരുത്തരെയും കടത്തി വിടുന്നതിന് വേണ്ടിയിട്ട് they decided to charge them 5 cents for admission to see the angel. Okay, the curious came from far away. The most unfortunate invalids on the earth came in search of health. എന്ന് പറഞ്ഞാൽ അവർ ഓരോ ആളിൻ്റെ കയ്യിൽ നിന്നും ആ ഏഞ്ചലിനെ കാണുന്നതിന് 5 cents വെച്ചിട്ട് പിരിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. ഒരുപാട് ദൂരെ നിന്ന്, അതായത് ക്യൂരിയോസിറ്റി കൂടിയിട്ട് ആ ആൾക്കാർ അറിഞ്ഞപ്പോഴത്തേക്ക്, കാരണം ഒരു മനുഷ്യനെ ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരു സംഭവമാണ്. വളരെ എനോമസ് ആയിട്ടുള്ള, വളരെ വലുപ്പമുള്ള ചിറകുള്ള ഒരു മനുഷ്യൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും അദ്ദേഹത്തെ കാണാനുള്ള ആകാംക്ഷയായി. ആ പ്രദേശം, ആ ദേശത്തുള്ള എല്ലാ ആൾക്കാരും അദ്ദേഹത്തെ കാണാൻ വേണ്ടി വരുവാണോ. അതുപോലെ കേട്ടറിഞ്ഞിട്ട് വളരെ ദൂരെ നിന്നും ആൾക്കാർ വരാൻ തുടങ്ങി. അപ്പോൾ അവരതിനകത്തൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കണ്ടിട്ട് ഓരോരുത്തരിൽ നിന്നും 5 cents വെച്ചിട്ട് അവർ ചാർജ് ചെയ്യുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഏഞ്ചലാണ് എന്നറിഞ്ഞിട്ട് ദ മോസ്റ്റ് അൺഫോർച്ചുനേറ്റ് ഇൻവാലിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ എന്താ പറയുക, ആരോഗ്യമില്ലാത്തവർ, വികലാംഗർ, ഇവരൊക്കെ അവരുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തെ വന്ന് കണ്ടു കഴിഞ്ഞാൽ, ഈ ഏഞ്ചലിനെ വന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് സൗഖ്യമുണ്ടാകുമെന്നുള്ളൊരു വിശ്വാസത്തിൽ വളരെ ദൂരെ നിന്നും ആൾക്കാർ വരാൻ തുടങ്ങി. പെലായോ ആൻഡ് എലിസൻഡ വേ ഹാപ്പി വിത്ത് ഫറ്റീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷീണം, അതായത് എക്സ്ട്രീം ടയർഡ്നെസ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് അവർക്ക് ഈ ആൾക്കാർ രാവിലെ മുതൽ വൈകുന്നവരെ, രാത്രി കിടന്നുറങ്ങുന്നത് വരെ ആൾക്കാരിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ അവരെ മാനേജ് ചെയ്യുന്നത്, അവരിൽ നിന്ന് കാശ് പിരിക്കുന്നത്, അപ്പോൾ അത് അതിഭയങ്കരമായ ക്ഷീണം അവർക്കുണ്ടാക്കി. പക്ഷേ they were so happy because they were earning money. Okay, in less than a week they had crammed their rooms with money. Still the line of pilgrims waiting their turn to enter reached beyond the horizon. അതായത് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അവരുടെ വീട് നിറച്ച് കാശ്, റൂംസ് ഫുൾ ഓഫ് മണി ദേ ഹാവ് കളക്റ്റഡ്. ഓക്കെ, എന്നിട്ടും പിന്നെയും, അതായത് സ്റ്റിൽ ദ ലൈൻ ഓഫ് പിൽഗ്രിംസ് വെയിറ്റിംഗ് ടു എൻഡർ റീച്ച്ഡ് ബിയോണ്ട് ദ ഹൊറൈസൺ എന്ന് പറഞ്ഞാൽ എന്നിട്ടും ഒരുപാട് ആൾക്കാർ ബാക്കി വീണ്ടും നിൽക്കുകയാണ് കാണാൻ വേണ്ടിയിട്ട്. അതായത് അങ്ങ് കണ്ണെത്താ ദൂരത്ത് ആൾക്കാർ നിൽക്കുന്നു. I hope you're enjoying the story. I'm pausing here.
This session has been long, and the real story is just about to begin. Take a break and come back fresh. Alexander saw the goal to gain, selling tickets. And don't miss what's next. See you in the next video. Bye.